നമ്മുടെ ടാറ്റ നാനോയുടെ സർവീസാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ഒരു വർഷമായി ഇതിപ്പോൾ നമ്മൾ സർവീസ് ചെയ്തിട്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇത് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോറൂമുകളിലൊക്കെ ചെന്നപ്പോൾ അവിടെ എല്ലാം ഇതിൻ്റെ പാർട്സുകൾ മാത്രമേ ഉള്ളൂ, സർവീസിങ് അവർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ചോദിച്ചപ്പോൾ ഇതിന് ഭയങ്കര റേറ്റും കാര്യങ്ങളും, ചിലർക്ക് ചെയ്യാൻ മടി, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇത് ഒരു വർക്ക്ഷോപ്പിൽ പോയി അതിൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ച് പിന്നെ യൂട്യൂബിലൂടെ മറ്റും എല്ലാം സെർച്ച് ചെയ്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിലെങ്ങനെ നമ്മുടെ ടാറ്റ നാനോ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക, എങ്ങനെ ചെയ്യാം എന്ന് കാണാം. ആദ്യമായി ഞങ്ങൾ ഇതിൻ്റെ അണ്ടർ ബോഡി എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷമാണ് സർവീസിന് കയറ്റിയത്. അപ്പം നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ ഫ്രണ്ടിലെ ഈ ബോണറ്റ് സൈഡ് മൊത്തം അഴുക്കായിരുന്നു. ഇതെല്ലാം ഞാൻ ക്ലീൻ ചെയ്തതാണ്, കംപ്ലീറ്റ് എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി. ഇനിയും അതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഉള്ളത്. ഇതിപ്പോൾ ഞാൻ അഴിച്ചേക്കുന്ന ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ ഇത് ഒരുപാട് ലോങ് വീഡിയോ ആവും. അതുകൊണ്ടാണ് അഴിച്ച ഭാഗം വെച്ചിട്ട് ഞാൻ നിങ്ങളെ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സീറ്റ് അഴിക്കുവാനായി നമ്മുടെ ഈ രണ്ട് സൈഡിൽ 4 ബോൾട്ടുണ്ട്. ആ ബോൾട്ട് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റ് പുറത്തെടുക്കാം. പിന്നെ അതിൻ്റെ താഴെ ഒരു ബോൾട്ടുണ്ട്. ആ ബോൾട്ട് കൂടെ അഴിച്ചാൽ താഴത്തെ സീറ്റ് ഊരാം. അതിനുശേഷം ഇവിടെ ഇതിൻ്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഓയിൽ ഫിൽറ്റർ മാറുന്നതാണ് വലിയൊരു ചടങ്ങ്. അപ്പോൾ ഈ ഓയിൽ ഫിൽറ്റർ മാറുവാനായി ഇവിടെ ഒരു 4 10-ൻ്റെ ഒരു ബോൾട്ടുണ്ട്. ആ ബോൾട്ട് 4 അഴിച്ചതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ താഴെ കാണാം, ഓയിൽ ഫിൽറ്റർ കാണാൻ. അപ്പോൾ ആ ഓയിൽ ഫിൽറ്റർ അഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക്കാണ്. അതാണ് ഇത്രയും സമയം എടുത്തത്, ഒരു അരമണിക്കൂറോളം എടുത്തു. ഓയിൽ ഫിൽറ്റർ, പഴയ ഓയിൽ ഫിൽറ്റർ നമ്മൾ അവിടെ വെച്ചേക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതെൻ്റെ നമ്മുടെ സെൻസറിൻ്റെ ഒരു ഇതാണ്, നമ്മുടെ മാസ് സെൻസർ എന്ന് പറയും. അപ്പോൾ ഈ സെൻസർ കൂടെ നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട് ഇത് അഴിച്ച കൂട്ടത്തിൽ. പിന്നെ പോയിട്ടുള്ള ഇൻസുലേഷനൊക്കെ ഇളകിയതെല്ലാം നമ്മൾ ക്ലീനാക്കി ഒപ്പിച്ചു. അതിനുശേഷം നമ്മുടെ ഓയിലിൻ്റെ നമ്മൾ ആദ്യമേ അഴിച്ചിട്ടിട്ടാണ് പണി സ്റ്റാർട്ട് ചെയ്തത്. അത് ഞാൻ അടിയിൽ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ വരുന്നത് ഈ ഭാഗത്താണ്. ഇപ്പോൾ എയർ ഫിൽറ്ററിന് ഒരു 10-ൻ്റെ ബോൾട്ട് വെച്ച് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ എയർ ഫിൽറ്റർ ഊരിയെടുക്കാം. അപ്പോൾ എയർ ഫിൽറ്റർ അതിന് ശേഷം ഇതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ താഴെ തന്നെ ഉള്ള ഈ പൈപ്പ്, ഇവിടെയുള്ള പൈപ്പ് നമ്മൾ വെടിയിപ്പിച്ച് വെച്ചേക്കുകയാണ്. ഈ പൈപ്പ് അതിൻ്റെ താഴെയാണ് അതിൻ്റെ ത്രോട്ടൽ ബോഡി വരുന്നത്. അപ്പോൾ ആ ത്രോട്ടൽ ബോഡി നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനുള്ള ത്രോട്ടൽ ബോഡി സ്പ്രേ വാങ്ങിച്ചിട്ടുണ്ട്. ആ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗാസ്കറ്റ് ഫുള്ള് ലീക്കായിട്ട് നമ്മളതിൻ്റെ ഗാസ്കറ്റിൻ്റെ ബീഡിങ് ഒക്കെ മാറ്റി ലീക്കെല്ലാം ഇപ്പം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചേക്കുന്നതെന്നും, ഓയിൽ നമ്മൾ ഡ്രൈൻ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് താഴെ. അതാണ് നമ്മുടെ ഓയിൽ ഫുള്ള് അതിൽ നമ്മൾ എടുത്തിരിക്കുകയാണ്. നിറയെ സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നതിന്. എയർ ഫിൽറ്റർ, ഓയിൽ, നമ്മൾ സിന്തറ്റിക് ഓയിലാണ്, 5W30 ഓയിലാണ് നമ്മൾ ഇതിന് ഒഴിക്കുന്നത്. പിന്നെ എയർ ഫിൽറ്റർ, ത്രോട്ടൽ ബോഡി ക്ലീനർ. ഇത് ഓയിൽ ഫിൽറ്റർ ഞാൻ നിങ്ങളത് പറഞ്ഞില്ല, ഇത് മാറ്റിയതാണ് ഓയിൽ ഫിൽറ്റർ, പഴയ ഓയിൽ ഫിൽറ്ററാണ്, നമ്മളിപ്പോൾ അഴിച്ചതാണ്. ഇത്രയും സാധനങ്ങളാണ്. ഇനി ബാക്കി നമുക്ക് എല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം അടുത്ത വീഡിയോ. അപ്പോൾ നമ്മൾ എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇതിനുള്ളുവശം നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. എയർ ഫിൽറ്റർ അഴിച്ചതിന് ശേഷം എയർ ഫിൽറ്ററിൻ്റെ ഇൻസൈഡ് നല്ലതായിട്ട് കൈയിട്ട് നമ്മളൊന്ന് ഇച്ചിരി വേസ്റ്റ് വെച്ച് നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വേണം. അപ്പോൾ അത് ക്ലീൻ ചെയ്തതിന് ശേഷം അതിന് ശേഷം നമ്മുടെ ഈ പഴയ എയർ ഫിൽറ്റർ ഇതിൽ നിന്ന് ഊരിയെടുക്കണം. ഇത് പുതിയ നമ്മൾ കൊണ്ടുവന്നതാണ്, പുതിയ എയർ ഫിൽറ്ററാണിത്. പഴയത് നോക്കിയത് മൊത്തം കംപ്ലീറ്റ് അഴുക്കാണ്. ഇതിന് ഒന്ന് ജസ്റ്റ് തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഊരി വരും. ഇതാണ് പഴയ എയർ ഫിൽറ്റർ. ഇത് കംപ്ലീറ്റ് നോക്കിയത് മൊത്തം ഡാറ്റായി, 1 വർഷമായി നമ്മൾ ഇത് ചെയ്തിട്ട്. അപ്പം ഇതിനകം അതുപോലെ തന്നെ എയർ ഫിൽറ്റർ ഇരിക്കുന്ന ഭാഗവും നമ്മൾ കൃത്യമായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം. എല്ലാ സൈഡും ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പുതിയ എയർ ഫിൽറ്റർ നമ്മൾ ഇതിൽ തന്നെ കയറ്റുക. ഇത്രേ ഉള്ളൂ എയർ ഫിൽറ്ററിൻ്റെ പരിപാടി. എയർ ഫിൽറ്റർ ഇതിനകത്ത് ഫിറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇത് വണ്ടിയിലോട്ട് കയറ്റുന്നതാണ്.
നാനോയുടെ എയർ ഫിൽറ്റർ ഇവിടെയാണ് വരുന്നത്. അത് നമ്മൾ ഇതിനകത്തോട്ട് കയറ്റിയതിന് ശേഷം ഈ കറക്റ്റ് ഈ വെട്ടയെ നോക്കി അതിൻ്റെ ഗ്യാപ്പിലൂടെ ഇത് നമ്മൾ ഇടണം. അതിൻ്റെ ഒരു 10ൻ്റെ ഒരു നട്ടുണ്ട്. ആ നട്ട് വരുന്ന ഭാഗം നമ്മൾ നോക്കണം. അതാണ് അതിൻ്റെ പോയിൻ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ആ നട്ട് വരുന്ന ഭാഗത്തോട്ട് തിരിച്ചങ്ങ് വെക്കുക. അപ്പോൾ എയർ ഫിൽറ്റർ അതേ കയറും. എന്നിട്ട് ആ നട്ട് നമ്മൾ ടൈറ്റ് ചെയ്യും. ഇനി നമ്മൾ ആ നട്ട് 10ൻ്റെ നട്ട് ഇതിലിട്ടതിന് ശേഷം ടൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിനകത്തെ കൂളൻ്റ് കുറവുള്ളത് നമ്മൾ ഫില്ല് ചെയ്യുകയാണ്. ലാസ്റ്റിൽ നമ്മളൊന്ന് മാറിയതാണ് ഫുള്ള്. അതുകൊണ്ട് അതിന് ടോപ്പ് അപ്പ് ചെയ്ത് വിട്ടാണ്. കൂളൻ്റ് കുറവുണ്ടായിരുന്നു. നമ്മൾ ഒഴിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മൾ ഓയിൽ ഫിൽറ്റർ അഴിക്കാൻ നേരം കൂളൻറ്റിൻ്റെ സംഭവം അഴിച്ചപ്പോൾ കുറച്ച് കൂളൻ്റ് താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ കൂളൻറ്റിൽ ശകലം കുറവ് വന്നത്. നമ്മൾ കൂളൻ്റ് ഫില്ല് ചെയ്തതിന് ശേഷം അത് നമ്മൾ അടച്ചു വെക്കണം നല്ലതായിട്ട്. നമ്മൾ അടച്ചു. ഇനിയും അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഓയിൽ ഒഴിക്കാൻ പോവാണ്. ഓയിൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ഒഴിക്കുന്നതിന് മുന്നേ നമ്മുടെ ഇതിൻ്റെ ഒരു ഡിപ്പ് സ്റ്റിക്ക് ഉണ്ട്. ആ സ്റ്റിക്ക് നമ്മൾ ഊരി ക്ലീൻ ചെയ്ത് വെക്കണം. ഇത് കറക്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഓയിൽ ഒഴിക്കേണ്ടത്. ഡിപ്പ് സ്റ്റിക്ക് എടുത്തു. അതിന് നമ്മൾ ഓയിലിൻ്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്യണം. ഓയിൽ ക്യാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയൊരു ചോർപ്പോ പോലെ എന്തെങ്കിലും ഒരു സാധനം വെക്കണം. നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഇതിനകത്ത് ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിക്കാൻ പോവാണ്. ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിക്കാൻ ഈ ക്യാപ്പ് ഊരണം. ഈ ക്യാപ്പ് ഊരിയതിന് ശേഷം ഇതിനൊരു ശക്കലവേ കുറവുള്ളൂ നമുക്ക്. അപ്പോൾ അതങ്ങ് ഫില്ല് ചെയ്യുക. നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം ഈ ക്യാപ്പ് അതുപോലെ തന്നെ അടയ്ക്കുക. ബ്രേക്ക് ഫ്ലൂയിഡും എല്ലാം ഫില്ല് ചെയ്തു. നമ്മൾ യൂണിറ്റ് അടയ്ക്കുക. കഴിഞ്ഞു. പഴയ പെട്രോൾ ഫിൽറ്റർ ത്രോട്ടൽ ബോഡി ക്ലീൻ പെട്രോൾ ഫിൽറ്റർ മാറുന്ന കാണിക്കാൻ പറ്റില്ല. അടിയിലാണ്. അവിടെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് മാറിയ അവിടെ അടിക്കണം. അപ്പം നമ്മുടെ നാനോയുടെ എല്ലാ സർവീസും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ അത് ഫിറ്റ് ചെയ്യുകയാണ്. തിരിച്ച് എല്ലാ സാധനങ്ങളും നമ്മൾ അതെല്ലാം കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്യാൻ ആദ്യം നമ്മൾ അതിൻ്റെ കവർ
സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആദ്യം 4 ബോൾട്ട് നമ്മൾ അഴിച്ച് അതിൻ്റെ ഓയിൽ ഫിൽറ്റർ മാറിയത് നമ്മൾക്ക് ടൈറ്റ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം വണ്ടി ഫുള്ള് വാഷ് ചെയ്യും. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ സർവീസ് കഴിഞ്ഞിരിക്കുകയാണ് വണ്ടിയുടെ. ഇനി 1 കൊല്ലത്തിന് ശേഷമാണ് അടുത്തത് വരുന്നത്. സീറ്റിൻ്റെ അടിയിലാണ് ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ മാറുന്നത്. അത് മാത്രമാണ് ഇതിൻ്റെ ഒരു ടാസ്ക് പിടിച്ച പണി. 1 മണിക്കൂറെങ്കിലും എടുക്കും ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ അഴിക്കണം. ഓയിൽ ഫിൽറ്റർ അഴിച്ച്, പക്ഷേ ഓയിൽ മാറുമ്പോൾ ഓയിൽ ഫിൽറ്റർ മാറിയില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. പിന്നെ നമ്മൾ അതിൻ്റെ കൂളൻ്റ് നേരത്തെ മാറിയതാണ്, പക്ഷേ എയർ ഉള്ളത് കൊണ്ട് കുറച്ച് 1 ലിറ്റർ നമ്മൾ ചോർത്തി കളഞ്ഞ് കറക്റ്റ് ചെയ്തിട്ടുണ്ട് കൂളൻ്റെല്ലാം. ഇനിയിപ്പോൾ നമ്മൾ ഇത് ഫുള്ള് ഇത് ടൈറ്റ് ചെയ്തതിന് ശേഷം സീറ്റ് ടൈറ്റ് ചെയ്യും. അതിനുശേഷം ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നടത്തി നോക്കി, എല്ലാം ഓക്കെയാണ്. ഇനി സീറ്റ് പിടിപ്പിച്ചതിന് ശേഷം വണ്ടി ഫുള്ള് വാഷ് ചെയ്താൽ വണ്ടിയുടെ വർക്ക് ഫുള്ള് കഴിയും. പിന്നെ അടുത്ത വീഡിയോയിൽ